ഇസ്രായേലിൻ്റെ അതീവ സുരക്ഷിതമായ അയൺ ഡോമുകളെ പോലും ഭേദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല പ്രധാന സ്ഥലങ്ങളിലും വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഇസ്രായേൽ മിസൈലുകളും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനിൻ്റെ മണ്ണിലും വിധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു യുദ്ധഭീതിയിലൂടെയാണ് വീണ്ടും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കാര്യത്തിലൊക്കെ സാധാരണഗതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും മറ്റേതെങ്കിലും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുമാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ അത് രണ്ട് രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, വഴി മാറിയിട്ടുണ്ട്. എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിനെല്ലാമുള്ള കാരണങ്ങൾ? ഇനി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും? ഏറ്റവും പുതിയ വാർത്തകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാൻ ആണവ കരാറുകളിൽ നിന്നൊക്കെ തന്നെയും പിന്മാറുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുമോ? വിശദമായി തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയർ. ഇറാനിൽ നിന്നും ഏറെക്കുറെ 2000-ലധികം കിലോമീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നമുക്ക് സിറിയ, ഇറാഖ്, ജോർദാൻ, സൗദി അറേബ്യ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രാജ്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയധികം ദൂരെ കിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെയും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലിലും മിസൈലുകൾ വന്ന് പതിക്കുന്ന വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്, വീഡിയോകൾ തന്നെയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിലവിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു മിഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും അധികം ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അവരുടെ ഇരുമ്പ് കവചം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അവരുടെ അയൺ ഡോം, അതിനെയും മറികടന്നുകൊണ്ട് 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല പ്രധാന കേന്ദ്രങ്ങളിലും വന്ന് പതിച്ചിരിക്കുന്നു. മരണങ്ങൾ വരെ, സിവിലിയൻ ഡെത്തുകൾ വരെ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇത് തന്നെയാണ് എല്ലാവരെയും ഈ വിഷയത്തിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ആണവായുധ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. 1968 ഒപ്പുവെച്ച് 1970 മുതൽ നിലവിൽ വന്നിട്ടുള്ള NPT അഥവാ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ ട്രീറ്റിയിൽ നിന്നാണ് ഇറാൻ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഈ ആണവായുധങ്ങളെ ലോക സമാധാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു കരാറായിരുന്നു ഇത്. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജൂൺ 13-ാം തീയതി പുലർച്ചെ 3:30 കൂടിയിട്ടാണ് അതിശക്തമായ രീതിയിലുള്ള ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ ഇറാനുമേൽക്ക് നടത്തുന്നത്. അവരുടെ ഏറെക്കുറെ 200ഓളം വരുന്ന ഫൈറ്റർ ജെറ്റുകളും 100 കണക്കിന് ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ 100ഓളം വരുന്ന സ്ഥലങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ഹയർ ഓഫീഷ്യൽസിനെ, അവരുടെ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററിയുടെ പല പൊസിഷനിലും ഇരിക്കുന്ന വ്യക്തികളെയും അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെയും ലക്ഷ്യമാക്കി, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന, വളരെ പ്രിസൈസ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്പറേഷൻ അവർക്ക് ഏറ്റിട്ടുള്ള, ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ കടുത്തൊരു പ്രഹരം കൂടിയായിരുന്നു. അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആളുകളെയും തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ, ഓർക്കാതിരിക്കുന്ന സമയത്ത് അവർക്കേറ്റൊരു കടുത്ത പ്രഹരം തന്നെയായിരുന്നു ഇത്. മാത്രമല്ല ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡ്രോൺ അറ്റാക്കുകൾ പ്രധാനമായിട്ടും ഇറാൻ അകത്ത് നിന്ന് പോലും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുറച്ചധികം സമയം എടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് ഇസ്രായേൽ ഇറാനുമേൽ ഏൽപ്പിച്ചൊരു പ്രഹരമാണ്, ഒരു മിഷൻ തന്നെയാണ് ഈ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു അവസരത്തിൽ തന്നെ ശക്തമായൊരു തിരിച്ചടി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇസ്രായേലിന് നേർക്ക് വലിയ തോതിലുള്ള ഒരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട, പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോഴും ആരും അത് വലിയ രീതിയിൽ, വലിയൊരു ഗുരുതര വിഷയമായിട്ട് മാറുന്ന രീതിയിൽ എടുക്കുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇസ്രായേലാണ്, അവരുടെ കൂടെ സഖ്യകക്ഷികളായിട്ടുള്ളത് അമേരിക്കയാണ്. എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും അമേരിക്ക നിരന്തരമായിട്ട് ഇസ്രായേൽ
ഇസ്രായേലിന് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനും ഒരുപടി മുകളിലായിട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം പവർഫുള്ളാണ്, വളരെയധികം എഫിഷ്യൻ്റാണ്. അതിൽ തന്നെ നമ്മൾ മുമ്പ് പരാമർശിച്ച അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ഉള്ളത് കൊണ്ടൊക്കെ തന്നെയും എത്രയൊക്കെ മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് വന്നു കഴിഞ്ഞാലും അതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കും, എയറിൽ വെച്ചുകൊണ്ട് തന്നെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് കാലാകാലങ്ങളായിട്ട് ഇസ്രായേലിനുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറിച്ചൊരു കാര്യമായിരുന്നു. 100 കണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് തൊടുത്തു വിട്ടത്. ഇവിടെ അയൺ ഡോം എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ശേഷിയെയും മറികടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പല പ്രധാന നഗരങ്ങളിൽ പോലും ഇറാൻ്റെ ഈ മിസൈലുകൾ വന്ന് പതിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗാസയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പോലെ പല കെട്ടിടങ്ങളും പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള വലിയൊരു സംശയം, ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഈ അയൺ ഡോമിനെ എങ്ങനെയാണ് ഇറാൻ ഭേദിച്ചത്, എങ്ങനെയാണ് അതിനെ മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഇറാന് വിതക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം. ഈ അയൺ ഡോമിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പല വീഡിയോകളും സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഈ ഒരു റഡാറിൻ്റെ സംവിധാനത്തോടുകൂടെ ഇസ്രായേലിന് നേർക്ക് വരുന്ന മിസൈലുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുകയും അതോടൊപ്പം അതിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പാത മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിൽ നിന്ന് മറ്റൊരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് മിഡ് എയറിൽ വെച്ചുകൊണ്ട് തന്നെ ആ മിസൈലിനെ തങ്ങൾക്ക് നേർക്ക് വരുന്ന മിസൈലിനെ നിർവീര്യമാക്കുന്ന ഒരു രീതിയിലാണ് ഈ അയൺ ഡോമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ കൂടുതലായിട്ടുള്ള മിസൈലുകൾ വരുന്ന അവസരത്തിൽ കൃത്യമായിട്ട് എല്ലാ മിസൈലുകളെയും നിർവീര്യമാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ അയൺ ഡോം എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലൊരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇസ്രായേലിന് നേർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 100 കണക്കിന് മിസൈലുകളായിരുന്നു ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ചെറുത്ത് നിൽക്കാൻ, അയൺ ഡോമിന് ചെറുത്ത് നിൽക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള മിസൈലുകൾ വന്നതോട് കൂടിയിട്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഈ മിസൈലുകൾ ചെന്ന് പതിച്ചിട്ടുള്ളത്. മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേർക്ക് പോലും ഇത്തരത്തിലുള്ള ഈ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേലിൽ നിന്നും പ്രധാനമന്ത്രി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യം, എന്തിനാണ് ഇസ്രായേൽ ഇത്തരത്തിൽ റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിഷനായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇറാന് നേർക്ക് ശക്തമായിട്ടുള്ളൊരു പ്രഹരം ഏൽപ്പിച്ചത്? അതാണല്ലോ ഇറാൻ ഇത്തരത്തിൽ തിരിച്ചടിക്കാനൊക്കെ കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നീട് ഈ 2 രാജ്യങ്ങളും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരുപാടധികം കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ പല ഭാഗത്തു നിന്ന് പല അഭിപ്രായങ്ങളായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇസ്രായേലിന് നേർക്ക് തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നായിട്ടൊക്കെ തന്നെയും ശക്തമായ രീതിയിൽ പല മിലിറ്റന്റ് ഗ്രൂപ്പിൻ്റെയും ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെയും ഒരു പിന്നാമ്പുറം പരിശോധിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകളെയൊക്കെ തന്നെയും സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ ബാക്ക് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് എന്നൊരു കാര്യമാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേർക്ക് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചെറുത്ത് നിൽക്കാൻ ഇറാൻ ഒരു കടുത്ത പ്രഹരം ഏൽപ്പിച്ചാൽ മതിയാകുമെന്ന നിലയിലൊക്കെ തന്നെ ആയിരിക്കണം ഇത്തരം ഒരു അറ്റാക്കിലേക്ക് തീർച്ചയായിട്ടും അവരിറങ്ങിയിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഒരുപടി മുകളിലായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു മിഷനിലേക്ക് അവരെ ഇറക്കാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും പരസ്പരം ഉരസി നിൽക്കുന്നൊരവസ്ഥയിലൂടെ, പരസ്പരം വലിയ തോതിലുള്ള ഭീഷണികൾ പോലും മുഴക്കുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നൊരു രാജ്യം ഒരു ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഗുരുതരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ഇസ്രായേലിനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ചെടുക്കുന്നതിനെ തടയുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇറാൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം ഈ ഒരു മേഖലയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അതിലേക്ക് അവർ എത്താറായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. ഇറാൻ NPT അഥവാ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്.
1968 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇതിൽ ഒപ്പുവെക്കുന്നത്. 70 മുതൽക്കാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ലോകരാജ്യങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ എനർജിയെ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഇത്. ഇത് പൂർണ്ണമായിട്ടും IAEAയുടെ അഥവാ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ടെസ്റ്റുകളും ഓഡിറ്റിങ്ങുകളും ഒക്കെ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏജൻസി നിരന്തരമായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ 12 ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ ഈ ഒരു കരാറിനെ NPT എന്ന് പറയുന്ന ഈ ഒരു ആണവായുധ കരാറിനെ ഇറാൻ പൂർണ്ണമായിട്ടും ഭേദിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ടായിരുന്നു. പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുറേനിയത്തെ നമ്മൾ എൻറിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ ഇലക്ട്രിസിറ്റി ജനറേഷൻ പോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 3.5 3.67 ഒക്കെ വരെ മാത്രമേ അതിനെ നമുക്ക് എൻറിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളൂ. അതൊരു 90% വരെയൊക്കെ എൻറിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ആണവായുധങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ രാജ്യങ്ങളെ എൻറിച്ച്മെൻറ്റ് ഒരു 3.5 3.67 ഒക്കെ വരെ ലിമിറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. എന്നാൽ 2010 തന്നെ ഏറെക്കുറെ 19.5% വരെ എൻറിച്ച്മെൻറ്റ് ലെവലിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് ഏറെക്കുറെ 60% വരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടത് 90% എത്തിക്കാനും അവിടെ നിന്നൊരു ആണവായുധം നിർമ്മിച്ചെടുക്കാനും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എളുപ്പമാണെന്ന് ചുരുക്കം. പക്ഷേ നിരന്തരമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ചില കരാറുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇറാനെ സംയമനപ്പെടുത്തി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഉദാഹരണത്തിന് 2015 JCPOA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറ് US-ൻ്റെ നേതൃത്വത്തിൽ ജർമ്മനിയും അതുപോലെ തന്നെ UN-ലെ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം യുറേനിയം 3.67% വരെ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോട് കൂടിയിട്ട് ഈ ഒരു കരാറിൽ നിന്ന് US തന്നെ പിന്മാറിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇറാൻ ഈ ഒരു മേഖലയിൽ ന്യൂക്ലിയർ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പൂർണ്ണമായിട്ടും സമാധാനം കൊണ്ടുവരിക എന്നുള്ള അവരുടെ ലക്ഷ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ ഇറാനുമായിട്ട് പിന്നെയും ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു കരാറിലേക്ക് കൊണ്ടുപോകാനൊക്കെ തന്നെയാണ് നിരന്തരമായിട്ട് നിലവിൽ US ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള നിലയിലുള്ളൊരു ആക്രമണം, ഒരു മിഷൻ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പിന്നീട് വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടായി. തിരിച്ച് പിന്നെയും ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയൊരു ആക്രമണത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തിന് ഇറാന് നേർക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയെന്ന ചോദ്യത്തിന് ചില ആളുകൾക്ക് പറയാനുള്ള രണ്ട് തരത്തിലുള്ള മറുപടികളുണ്ട്. ഒരെണ്ണം, ഈ ചർച്ച പിന്നെയും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് വ്യത്യസ്ത ചർച്ചകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തിയിട്ടുള്ളൊരു ശ്രമമാണ് ഇതെന്ന രീതിയിലാണ് ചില ആളുകൾക്ക് വിശദീകരിക്കാനുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത്, ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മിഷനാണ് എന്ന രീതിയിലാണ്. ഇതൊരിക്കലും പെട്ടെന്ന് വെച്ചുകൊണ്ട് ചാടിക്കേറി ഇറങ്ങി അവർ ചെയ്തൊരു പരിപാടിയല്ല. വളരെയധികം പ്ലാനോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മിഷൻ തന്നെയാണ് ഈ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അകത്ത് എത്തിയിട്ട് ആ ഡ്രോണുകൾ ഇറാൻ്റെ അകത്ത് നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ എല്ലാ വിധത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളെയും ഭേദിച്ച് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കിയതിന് ശേഷമാണ് 200ഓളം വരുന്ന അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിലേക്ക് ഇസ്രായേൽ ഇറങ്ങാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം നെതന്യാഹു തന്നെയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരം ഒരു കാര്യം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നടന്നിട്ടുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെയും ഭാഗമായിട്ട് വിചാരണ നേരിടേണ്ട ഒരു അവസ്ഥയിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറെക്കുറെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ യുദ്ധങ്ങളൊക്കെ തന്നെയും അവസാനിക്കുന്ന ഒരു അവസരത്തിൽ മാത്രമേ ഇത്തരം ഒരു വിചാരണയിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായിട്ടുള്ളൂ. സോ യുദ്ധം നീണ്ടുപോവുക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു അറ്റാക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ളെന്ന രീതിയിലും വിശദീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാത്തിൻ്റെയും ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് സിസ്റ്റം അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്.
ഒരുപാടധികം മിസൈലുകൾ വരുമ്പോൾ ചിലത് മാത്രമേ താഴ്ഭാഗത്ത് വന്നിട്ട് പതിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അവരുടെ സിവിലിയൻസിനെ മാക്സിമം സുരക്ഷിതമാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും അവരുടെ പക്കലുണ്ട്. ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുൻപേ തന്നെ ഈ സിവിലിയൻസിനൊക്കെ തന്നെയും മുന്നറിയിപ്പുകൾ ലഭിക്കുകയും അവരുടെ ബിൽഡിങ്ങുകൾക്ക് താഴ്ഭാഗത്തുള്ള ബങ്കറുകളിലേക്ക് സുരക്ഷിതമായിട്ട് മാറാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലൊക്കെ തന്നെയും അവർ വളരെയധികം വീക്കാണ്. സോ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാനിൽ വലിയ തോതിലുള്ള മരണസംഖ്യ കൂടാനുള്ള സാധ്യതകൾ നമുക്കവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിനൊരുപടി മുകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പാകിസ്ഥാനൊക്കെ തന്നെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ എങ്ങാനും ആണവായുധം ഇറാന് നേർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ നേരിടുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോക യുദ്ധത്തിലേക്ക് ഇതും ചെന്നെത്താനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എല്ലാവിധ പിന്തുണകളോടും കൂടിയിട്ട് അമേരിക്ക പുറകെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അമേരിക്കയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഓവറായിട്ട് പോയിട്ട് തലയിടേണ്ട, സ്വന്തം കാര്യം നോക്കിയിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മെഗാ എന്ന് പറയുന്ന അവരുടെ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെയാണ്. അപ്പോൾ അത്തരമൊരു അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. എങ്കിൽ കൂടെയും ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയുണ്ട്. അപ്പോൾ ഇറാൻ്റെ കൂടെ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഒക്കെ തന്നെയും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു യുദ്ധത്തിലേക്ക് ഇതെത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ. എല്ലായ്പ്പോഴും മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന സംഘർഷങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് തന്നെ കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെയൊക്കെ തന്നെയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ ബാധിക്കുന്നത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവിടെയൊക്കെ തന്നെയും ബലിയാടുകളാക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. അവിടെ ഇപ്പോൾ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓവറായിട്ട് ചിന്തിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. പലപ്പോഴും ഇസ്രായേൽ അതുപോലെ തന്നെ ഇറാൻ അല്ലെങ്കിൽ പലസ്തീൻ വിഷയങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മലയാളികളായിട്ടുള്ള പല ആളുകൾ പോലും മതം നോക്കി അവിടെ പല ഭാഗത്തും നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് മനസാക്ഷി കൊണ്ട് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെ കുടുംബവും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ് അവിടെ പടഞ്ഞു വീണ് മരിക്കുന്നത്. അത് ഇറാനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഒക്കെ തന്നെ. അപ്പം നമുക്കൊക്കെ തന്നെയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെയും അവസാനിക്കട്ടെ, സമാധാനപരമായിട്ടുള്ള ഒരു ലോകം പുലരട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും അവസാനിക്കട്ടെ, മിഡിൽ ഈസ്റ്റ് പിന്നെയും ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരട്ടെ, യുദ്ധങ്ങളില്ലാത്ത നല്ലൊരു നാളെ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുപിട്ടാന്ന് പ്രതീക്ഷയോടെ